പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫ്രാൻസിൽ ഊഷ്മള സ്വീകരണം. AI ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി കഴിഞ്ഞ ദിവസം പാരീസിലെത്തിയ മോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഒരുക്കിയ അത്താഴ വിരുന്നിലും പങ്കെടുത്തു. ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ എലീസെ പാലസിലായിരുന്നു അത്താഴ വിരുന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ എന്നിവരുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ 100 രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. എന്റെ സുഹൃത്ത് നരേന്ദ്രമോദിക്ക് പാരീസിലേക്ക് സ്വാഗതം എന്ന കുറിപ്പോടെയാണ് മോദിക്കൊപ്പമുള്ള ദൃശ്യങ്ങൾ ഇമ്മാനുവൽ മാക്രോൺ പങ്കുവച്ചത്. US വൈസ് പ്രസിഡന്റ് JD വാൻസും അത്താഴ വിരുന്നിനെത്തിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി JD വാൻസ് അടക്കമുള്ളവരുമായും കൂടിക്കാഴ്ച നടത്തി. പാരീസിലെത്തിയതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവിടെ നിന്നുള്ള ചിത്രങ്ങൾ സാമൂഹിക മാധ്യമമായ എക്സിലൂടെ പങ്കുവച്ചിരുന്നു. എന്റെ സുഹൃത്തായ മാക്രോണിനെ കാണാനായതിൽ സന്തോഷമുണ്ടെന്ന കുറിപ്പോടെയാണ് പ്രധാനമന്ത്രി ചിത്രങ്ങൾ പങ്കുവച്ചത്. ബുധനാഴ്ച 1-ാം ലോകമഹായുദ്ധത്തിൽ രക്തസാക്ഷികളായ സൈനികർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി ഇരു നേതാക്കളും മാർസീലിലെ മസാർഗസ് യുദ്ധ സെമിത്തേരി സന്ദർശിക്കും. മാർസെയിലിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉദ്ഘാടനവും മോദി നിർവഹിക്കും. ഫ്രാൻസിൽ 2 ദിവസമായി നടക്കുന്ന AI ഉച്ചകോടിക്ക് തിങ്കളാഴ്ചയാണ് തുടക്കമായത്. 100 രാജ്യങ്ങളിൽ നിന്നുള്ള ഭരണാധികാരികളും സർക്കാർ പ്രതിനിധികളും കമ്പനി CEOമാരും ശാസ്ത്രജ്ഞരും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലെ ആധിപത്യത്തിനായി ടെക് ഭീമന്മാർ പരസ്പരം പോരാടുന്നതിനെക്കുറിച്ചുള്ള നയതന്ത്ര ചർച്ചകളുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ സഹാധ്യക്ഷനാണ്. US വൈസ് പ്രസിഡന്റ് JD വാൻസ്, ചൈനീസ് ഉപപ്രധാനമന്ത്രി ജാങ് ജുവോച്ചിങ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കുന്നു. വൈസ് പ്രസിഡന്റായ ശേഷം വാൻസിന്റെ ആദ്യ വിദേശ യാത്രയാണിത്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, OpenAI തുടങ്ങിയ കമ്പനികളും ഉച്ചകോടിയുടെ ഭാഗമാകുന്നുണ്ട്. ഫ്രാൻസും ഇന്ത്യയും ചേർന്നാണ് ഉച്ചകോടി നടത്തുന്നത്.